ഡിസിപ്ലിൻ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡിസിപ്ലിനെ കുറിച്ചാണ്. ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എല്ലാമാണ്. ഞാൻ പറയുന്ന ഈ 6 നിയമങ്ങൾ അത് നിങ്ങൾക്ക് പരിഹരിക്കും. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ് യുവർ വൈ. നിങ്ങളുടെ വൈ വീക്കാണെങ്കിൽ നിങ്ങളുടെ ഒഴികഴിവുകൾ സ്ട്രോങ് ആയിരിക്കും. അതായത് വിൽ പവർ ഒരു ബാറ്ററി പോലെയാണ്, എന്നാൽ ലക്ഷ്യം ഒരു എഞ്ചിൻ പോലെയും. അത് സ്വയം എനർജി നിറച്ചുകൊണ്ടിരിക്കും. എനിക്ക് 5 കിലോ കുറയ്ക്കണം, അത് വെറും ഒരു ആഗ്രഹമാണ്. എന്നാൽ തൻ്റെ കുട്ടികളുടെ കൂടെ കിതയ്ക്കാതെ കളിക്കുവാനുള്ള എനർജി എനിക്ക് വേണം. അതൊരു ഇമോഷണലായ കാര്യമാണ്. സെക്കൻഡ് വൺ, ദ 3-minute rule ആണ്. ജിമ്മിൽ പോകുന്നതിന് ഏറ്റവും വലിയ പാടെന്താണെന്ന് അറിയാമോ? അത് ഷൂസ് ഇടുന്നതാണ്. തുടങ്ങുവാനുള്ള മടി. യഥാർത്ഥത്തിൽ തുടങ്ങുവാനുള്ള മടിയാണ് നമ്മളിലെ ആദ്യത്തെ വില്ലൻ. ഒരു കാര്യം ചെയ്യാൻ വെറും 3 മിനിറ്റ് മതി. ഇതാദ്യം നമ്മൾ മനസ്സിലൂടെ പറയുക. ഒന്ന് തുടങ്ങിയാൽ പിന്നെ ആ മടി അങ്ങ് താനെ പോയിക്കോളും. 2 മണിക്കൂർ പഠിക്കണമെന്ന് കരുതരുത്. പകരം നമ്മൾ എന്ത് കരുതണം? പുസ്തകം തുറന്ന് ഒരു പേജ് വായിക്കാമെന്ന് കരുതണം. ഫലമോ നിങ്ങൾ അറിയാതെ തന്നെ തുടർന്ന് പഠിക്കും. തേർഡ് വൺ ഈസ് ഫോക്കസ് ഓൺ 1% ഇംപ്രൂവ്മെന്റ്. ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറ്റാമെന്ന് ഒരിക്കലും കരുതരുത്. അത് നിങ്ങളെ മടുപ്പിലേക്ക് നയിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് കൈസൻ രീതിയാണ്. ചെറിയ തുടർച്ചയായ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇത് ഒരു വർഷം ഓരോ ദിവസവും 1% മെച്ചപ്പെടും. ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. ഒരു വർഷം ഓരോ ദിവസം 1% മെച്ചപ്പെട്ടാലോ വർഷാവസാനം നമ്മൾ തുടങ്ങിയതിനേക്കാൾ 37 ഇരട്ടി മെച്ചപ്പെട്ടിട്ടുണ്ടാവും. ഫോർത്ത് വൺ ഈസ് മാനേജ് എനർജി നോട്ട് ടൈം. സമയം എല്ലാവർക്കും 24 മണിക്കൂറായിരിക്കും. പക്ഷേ എനർജി അങ്ങനെയല്ല. ഏറ്റവും കടുപ്പമുള്ള ജോലികൾ ഏറ്റവും എനർജി ഉള്ളപ്പോൾ ചെയ്യുക. ഇതാണ് മാനേജ് എനർജി നോട്ട് ടൈം എന്ന ഫോർത്ത് പോയിന്റിൽ നമ്മൾ പറയുന്നത്. ഹൈ എനർജി നിലനിൽക്കുന്നത് രാവിലെ ആയിരിക്കും. ഏറെക്കുറെ എല്ലാവരിലും അതങ്ങനെ തന്നെയാണ്. ഡീപ്പ് വർക്ക്, എഴുത്ത്, പ്ലാനിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ ചെയ്യുക. ലോ എനർജി ആഫ്റ്റർ ഈവനിങ് ഒക്കെ ആയിരിക്കും. ആ സമയം ഇമെയിൽ, മീറ്റിംഗ്, കോൾസ്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. വില കുറഞ്ഞ കാര്യങ്ങൾക്കായി നിങ്ങളുടെ നല്ല സമയം ഒരിക്കലും കളയരുത്. ഫോർത്ത് വൺ അതാണ് നമ്മൾ പറഞ്ഞത്. ഫിഫ്ത്ത്, വിഷ്വലൈസ് ദ കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ലക്ഷ്യങ്ങളാണ് കാണുന്നത്, ഫിറ്റ്നസ്, പണം. പക്ഷേ സന്തോഷം നേടുന്നതിനേക്കാൾ മനുഷ്യർക്ക് താല്പര്യം വേദന ഒഴിവാക്കാനാണ്. ഇൻവേർഷൻ തിങ്കിങ് ഉപയോഗിക്കുക. വിജയത്തെക്കുറിച്ച് മാത്രം സ്വപ്നം കാണുക. പകരം നമ്മൾ എന്ത് ചെയ്യരുത്? മാറ്റങ്ങൾ വരുത്തുക. 5 വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെയായിരിക്കുമെന്ന് ഇപ്പോഴേ ആലോചിച്ച് നോക്കുക. ആ കുറ്റബോധം, ആ തളർച്ച, ഇതൊക്കെ നമ്മൾ പാഴാക്കി കളയുന്ന അവസരങ്ങളെ കുറിച്ചുള്ള പേടികളും നമ്മളെ മുന്നോട്ട് നയിക്കും. ഇതാണ് ഇൻവേർഷൻ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിക്സ്ത് വൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ് റിവാർഡ് യുവർ സെൽഫ്. ഡിസിപ്ലിൻ തലച്ചോറിന് ഒരു ശിക്ഷയായല്ല നൽകുന്നത്. നമ്മൾ എന്തുപോലെ കൊടുക്കണം? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഓരോ റിവാർഡ് നമുക്ക് തന്നെ കൊടുക്കും. കഠിനാധ്വാനത്തിന് ശേഷം തലച്ചോറിനെ കുറിച്ച് ഡോപാമിൻ കൊടുക്കും. അത് വളരെ നല്ലതാണ്. ഉദാഹരണത്തിന്, റിപ്പോർട്ട് അയച്ചാൽ നെറ്റ്ഫ്ലിക്സ് കാണുമെന്ന് നമ്മൾ തീരുമാനിക്കുക. കൂടെ വർക്കൗട്ട് കഴിഞ്ഞാൽ ഒരു കാപ്പി കുടിക്കും. ഇത്തരം തിങ്കിങ് നമ്മളെ അത് ചെയ്യാനായി കൂടുതൽ മോട്ടിവേറ്റ് ആക്കും. ഒരു പട്ടിക്കുഞ്ഞിനെ പരിശീലിക്കുന്ന പോലെയാണ് നമ്മൾ സ്വന്തം തലച്ചോറിനെ പരിശീലിപ്പിക്കാമെന്ന് ചുരുക്കം. പണിയെടുത്താൽ ട്രീറ്റ്. This is just the beginning. There's more beautiful ahead.